നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ അന്വേഷിച്ചിരുന്ന കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുക. കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP ഷാനിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ അന്വേഷണ ചുമതലയും SP പൂങ്കുഴലിക്കാണ്. പരാതിക്കാരിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടാൻ കരഞ്ഞു കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തു. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിച്ചുവെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പുറത്ത് പറയാതിരുന്നതെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാലക്കാട് കുന്നത്തൂർ മേടിൽ വോട്ട് ചെയ്യാനും എത്തുകയായിരുന്നു. 15 ദിവസത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. തിരുവനന്തപുരം കമ്മീഷണർക്കായിരുന്നു ഇതുവരെ അന്വേഷണ ചുമതല. ഏകീകൃത അന്വേഷണത്തിനായാണ് നടപടി എന്നാണ് വിശദീകരണമെങ്കിലും രാഹുലിനെ പിടികൂടുവാൻ കഴിയാതിരുന്നതിലെ അതൃപ്തിയാണ് കാരണമെന്നാണ് സൂചന. ഇതോടെ 2 കേസുകളിലും പൂങ്കുഴലിയുടെ സംഘം അന്വേഷിക്കും. അതിനിടെ ലൈംഗികാരോപണ വിധേയനായ രാഹുൽ കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് പിന്നാലെ രാത്രി 11 മണിയോടെയാണ് അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാജീവിനെ പറവൂരിലെ വീട്ടിലെത്തി നേരിൽ കണ്ടത്. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. തുടർന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലേക്ക് തിരികെ എത്തിയത്. കുന്നത്തൂർ മേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു രാഹുൽ കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 5 മണിയോടെ MLA ബോർഡ് വെച്ച കാറിൽ രാഹുൽ എത്തുകയായിരുന്നു. സത്യം ജയിക്കുമെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പ്രതികരിച്ച രാഹുൽ പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. വോട്ട് ചെയ്ത ശേഷം MLA ഓഫീസിലേക്കാണ് നേരെ രാഹുൽ പോയത്. പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ CPM പ്രവർത്തകർ കടുത്ത പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. വോട്ട് ചെയ്ത ശേഷം പാലക്കാട് മാത്തൂരിലെ വീടിൽ സന്ദർശനം നടത്തി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയത്. ക്രൈംബ്രാഞ്ച് DYSP മുഖേനയാണ് ഹർജി സമർപ്പിച്ചത്. കേസിന്റെ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ഉത്തരവെന്നും ഇത് റദ്ദാക്കണമെന്നുമായിരുന്നു സർക്കാരിന്റെ ആവശ്യം. MLA വാഹനത്തിലാണ് രാഹുൽ കഴിഞ്ഞ ദിവസം എത്തിയത്. ബൊക്കെ നൽകി കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കുവാൻ തയ്യാറായില്ല. വൻ പ്രതിഷേധമാണ് രാഹുലിനെതിരെ നടന്നത്. കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. എല്ലാം കോടതിക്ക് മുന്നിലുണ്ടെന്നും സത്യം ജയിക്കുമെന്നുമാണ് രാഹുൽ ഇപ്പോഴും പറയുന്നത്. രാഹുൽ ഒളിവിൽ പോകും മുൻപായി ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോഴും സത്യം ജയിക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഫേസ്ബുക്കിൽ അടക്കം കുറിപ്പ് പങ്കിട്ടിരുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് സത്യം ജയിക്കും. പാലക്കാട് തന്നെ ഇനിയും ഉണ്ടാകുമെന്ന് രാഹുൽ അടിവരയിട്ട് പറയുന്നു. രാഹുൽ ഒളിവിലായിരുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. രാഹുലിനെതിരായ 2 കേസുകളും അറസ്റ്റ് തടഞ്ഞതോടെ MLA ഒളിവിൽ നിന്ന് പുറത്തുവരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവിലെന്ന് കോടതി കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. ഈ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഉഭയകക്ഷി ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന സംശയമുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദത്തെ ശരിവയ്ക്കുന്നതാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. എങ്കിലും ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടത്. വോട്ട് ചെയ്യാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് KCU പാലക്കാട് ജനറൽ സെക്രട്ടറി ഇക്ബാൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തുവെന്ന് പറഞ്ഞാലും പാലക്കാടിന്റെ MLA ആണ് രാഹുൽ. രാഹുലേട്ടന്റെ കൂടെ ഉണ്ടാകും. MLAയുടെ കൂടെ വരുന്നതിൽ എന്താണ് പ്രശ്നം എന്നുമാണ് ഇക്ബാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.